പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം തന്നേ തീരൂ. ഇനി പ്രവാചകന്റെ വിവാഹം എന്ന് പറയുന്നതോ വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ വിവാഹങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. പ്രവാചകൻ ഏതെങ്കിലും തരത്തിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകാപരമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്ന് യുക്തിവാദികൾ പറയുന്ന സ്ത്രീലംബടനായിരുന്നു, ലൈംഗികമായ താല്പര്യവും ചോദനയും ശക്തമായിരുന്നു എന്ന് പറയുന്നതിന് പ്രവാചകന്റെ വിവാഹത്തെ ഭാര്യമാരുടെ എണ്ണത്തെ തെളിവ് പിടിക്കാറുണ്ട്. അതാണ് അതിന്റെ ആശയത്തിന്റെ ഒരു ഭാഗം ചോദിച്ചതിലെ. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള പ്രവാചകൻ 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സ് വരെ ജീവിച്ച വിധവയായ, അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സ് 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട അഥവാ ആണെങ്കിൽ 25 വയസ്സുള്ള പ്രവാചകൻ 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സ് വരെ ജീവിച്ച വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിക്കില്ല. 25 വയസ്സായ ഒരു യുവാവ് മുഹമ്മദ് നബിക്ക് എത്ര വയസ്സാണ്? 25 വയസ്സായ പ്രവാചകൻ എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ട അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള പ്രവാചകൻ 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സ് വരെ ജീവിച്ച വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിക്കില്ല. 25 വയസ്സായ ഒരു യുവാവ് 40 വയസ്സായ വിധവയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ന്യായമുണ്ട് എന്ന് തോന്നും. എപ്പോഴാണ് ന്യായമുണ്ട് എന്ന് തോന്നുക എന്നറിയാമോ? നമുക്ക് ഈ വസ്തുതകളെ സംബന്ധിച്ച് അറിയാതിരിക്കുമ്പോൾ. പക്ഷേ ഈ വസ്തുതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിനോട് ദേഷ്യമുള്ളത് കൊണ്ട്, മുസ്ലിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ട് വെറുതെ പറയുവാണ് എന്ന് പറയില്ലേ? അതുകൊണ്ട് ഇവരുടെ തന്നെ മതപുരോഹിതൻ പറയട്ടെ, പ്രവാചകൻ എത്ര വയസ്സുണ്ടായിരുന്നു എന്നും ഖദീജയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നും, ഈ പ്രവാചകൻ വിവാഹം കഴിച്ച ശേഷം ഖദീജ എത്ര മക്കളെ പ്രസവിച്ചു, അവർക്ക് പ്രവാചകൻ 25 വയസ്സ്, ഓക്കെ, പ്രവാചകൻ 25 വയസ്സ്, ഖദീജയ്ക്ക് 28 വയസ്സായിരുന്നു. ഇവര് ത്യാഗം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരതിനെ 40 വയസ്സാക്കി മാറ്റുന്നത്. ഞാൻ പറയുന്നില്ല, ശരി, മുസ്ലിം പുരോഹിതൻ തന്നെ പറയട്ടെ. നമ്മളല്ലേ സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന ഒരു സംഗതിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് 25 വയസ്സും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സുമായിരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ 40 വയസ്സ് എന്നുള്ളത് സ്വഹീഹായിക്കൊണ്ട് വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ 28 വയസ്സായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ തെളിവ് പറയാം. ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സായിരുന്നു എന്നുള്ളത് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ മാത്രമല്ല, അതിൽ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായിരുന്നു ആ സന്ദർഭത്തിൽ ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള എല്ലാ റിപ്പോർട്ടിലും ദുഅഫുകളുണ്ട്, അഥവാ ന്യൂനതകളുണ്ട്. എന്നാൽ ഹാക്കിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, വകാന ലഹാ യൗമ തസവ്വുജിഹാ 28 സന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 28 വയസ്സായിരുന്നു. ഹാക്കിമിന്റെ 3-ാം വാള്യം 200-ാമത്തെ പേജിൽ കാണാം. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകളാണ്. ഇവർക്ക് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുവാണ്. നബി 1000 പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞ ബാലുവണ്ണനെ പോലെയുള്ള ആളുകൾ
നബി ചെയ്തതും പറഞ്ഞതും എല്ലാം കണ്ണടച്ച് വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്താൽ അത് പിടിക്കപ്പെടും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇത് നമ്മളാരും പറഞ്ഞതല്ലല്ലോ, ആണോ? ഇദ്ദേഹത്തിന്റെ പേര് മാലിക് എന്നാണ്. മാലിക് സലഫി. പുളിക്കൽ നിന്ന് ബിരുദം വാങ്ങിയ ആളാണ്. പുളിക്കലാണ് സലഫി ബിരുദം. അപ്പോ ഇദ്ദേഹം ഒരുപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പ്രവാചകൻ 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സുമായിരുന്നു. അതിന്റെ കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരുപാട് പ്രസവിച്ചു. പിന്നീട് 40 വയസ്സായിരുന്നു ഖദീജയ്ക്കെങ്കിൽ പിന്നീട് ഒരുപാട് പ്രസവിക്കാൻ പറ്റുമായിരുന്നില്ല. അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുമായിരുന്നു. കേട്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 28 വയസ്സായിരുന്നു. ഹാക്കിമിന്റെ 3-ാം വാള്യം 26-ാമത്തെ പേജിൽ കാണാം. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇനി മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 28 വയസ്സായിരുന്നു എന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മാത്രമല്ല, ഹാക്കിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 50 സന എന്ന് ചില റിവായത്തുകളുണ്ട്. അഥവാ 65 വയസ്സുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളുണ്ട്. പക്ഷെ അത് ദുർബലമാണ്. മാത്രമല്ല, വയുഖാലു 50 സനതൻ വഹു അസഹു. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 50 വയസ്സായിരുന്നു പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 50 വയസ്സായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അൽ ബിദായ വൻ നിഹായയിൽ കാണാം, പിന്നെ ഇബ്നു അസാക്കിറിൽ കാണാം. കാന ഉംറുഹ, റസൂലുള്ളാഹി അവരെ വിവാഹം കഴിക്കുമ്പോൾ അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം 28 സന 28 വയസ്സായിരുന്നു എന്ന്. പിന്നെ 40 വയസ്സ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്. മാത്രമല്ല, പിന്നെ നമ്മളത് പ്രത്യേകമായി കൊണ്ട് പറയാം, റസൂലുള്ളാഹിന്റെ ത്യാഗം ഒന്നുകൂടി പിന്നെ കൂട്ടുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട്. 25 വയസ്സുള്ള ആൾ കണ്ടോ ആയിഷ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ 40-ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇനി 28-ാമത്തെ വയസ്സിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായം കൂടുതലാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡ് അവസാനിക്കുന്ന പീരീഡാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 40 വയസ്സിന് ശേഷം 6 സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പരാമർശമായിക്കൊണ്ട് കാണാം. അതുകൊണ്ട് തന്നെ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ, പിന്നെ ഷെയ്ഖ് അക്രം ദിയ ഉമരിയെ പോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വിഷയത്തിൽ അഗാധമായിക്കൊണ്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അക്രം ദിയ അൽ ഉമരി. അദ്ദേഹം ഈ വിഷയത്തിൽ ദീർഘമായി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പുതുതായി കൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം. അഥവാ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുമ്പോൾ 28 വയസ്സായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 40 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം അംഗീകരിക്കില്ല. പക്ഷെ ഇവരെല്ലാവരും മുജാഹിദ് വിഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി അദ്ദേഹം തുടരട്ടെ. അതിലെന്ത് വൈകാരിക 25 വയസ്സായ ഒരു യുവാവ് 40 വയസ്സായ വിധവയായ ഒരു സ്ത്രീയെ എന്ത് കോൺഫിഡൻസോടുകൂടിയാണ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് കല്ലുവച്ച നുണ പറഞ്ഞ് സദസ്യരെ വിശ്വസിപ്പിക്കുന്നത് നോക്കിക്കേ. വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് വൈകാരികതയാണുള്ളത്, അല്ലെങ്കിൽ എന്ത് ശാരീരിക താല്പര്യവും ചോദനയുമാണ് അതിലുള്ളത്? പ്രവാചകന്റെ അതായത് പ്രവാചകനെ ആ കാലഘട്ടത്തിൽ എന്താ വിളിച്ചിരുന്നത്? കുന്നൻ ചെരുവിലെ ഈത്തപ്പനെ എന്നാണ് വിളിച്ചിരുന്നത്. മുഹമ്മദേ ആരാ വിളിച്ചത്? ആരെ വിളിച്ചത് മുഹമ്മദ് എന്ന്?